തിരുവനന്തപുരം ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ സിഐക്ക് മർദ്ദനം. മദ്യലഹരിയിൽ സ്റ്റേഷനിലെത്തിയ ആൾ സിഐ ദേവരാജനെ ഇരുമ്പ് കസേര ഉപയോഗിച്ച് ആക്രമിച്ചു. പോലീസുകാരന്റെ തലയിൽ 6 സ്റ്റിച്ചിട്ടിട്ടുണ്ട്. ആര്യനാട് സ്വദേശി യദുകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തു. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, സിഐക്ക് പോലും രക്ഷയില്ലാത്ത ഒരു കാലം എന്നുള്ളതാണ് ഇത്. എന്താണ് ഇതിനുള്ള പ്രകോപനം? നിലവിൽ സിഐയുടെ ആരോഗ്യനില എങ്ങനെയാണ്? മറ്റു നടപടികൾ ഏത് രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്? സ്വാതി, മാനസിക വെല്ലുവിളി നേരിടുന്ന ചെറുപ്പക്കാരനാണ് ഈ കൃത്യം ചെയ്തത് എന്നുള്ള സൂചനയാണ്, അല്ലെങ്കിൽ അത്തരമൊരു വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഈ ആര്യനാട് സ്വദേശിയായിട്ടുള്ള യദുകൃഷ്ണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ വാഹനത്തിൽ നിന്ന് ഇയാൾ ഇറങ്ങി ഓടി. അതിനിടയിലാണ് എവിടെ നിന്നോ മദ്യം ലഭിക്കുകയും മദ്യം കുടിച്ചതിന് ശേഷം ആര്യനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് മോശമായ രീതിയിൽ ഈ യദു പെരുമാറി. ഒപ്പം തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന പരാതികളും അതിനോടൊപ്പം തന്നെ വയർലെസ് സെറ്റും എല്ലാം നശിപ്പിച്ചു. ഈ വിവരം സിഐയെ വിളിച്ചു പറഞ്ഞു. പിന്നാലെ സിഐയുടെ സംഘം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പക്ഷേ അതിന് പിന്നാലെ തന്നെ യദു അവിടെ നിന്ന് കടന്നു കളഞ്ഞു. തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കാണ് യദു പോയത്. പിന്നാലെ പോയ സിഐയെ അവിടെ ഉണ്ടായിരുന്ന ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഇരുമ്പ് കസേര ഉപയോഗിച്ചാണ് യദു തലക്കടിച്ചത്. സാരമായി പരിക്കേറ്റ ഈ സിഐ ദേവരാജനെ അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക്, ഈ കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പ്രാഥമിക ചികിത്സയും നൽകി. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, 6 സ്റ്റിച്ച് വേണം എന്നുള്ള കാര്യമടക്കം ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. പിന്നെ ഇയാളെ, ഈ യദുകൃഷ്ണൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ നിലവിൽ ആര്യനാട് സ്റ്റേഷനിലുണ്ട്. ഇയാൾക്കെതിരെ കേസെടുക്കും, വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സ്വാതി.